തുടക്ക സമയത്ത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് തൊടുപുഴ ഷൂട്ടായിരുന്നു. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ്, പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ഒരു ഹോൾഡ്, അത് ഒരു പ്രമുഖ നടൻ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നു പോയി, പേടിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണുടയുന്നത്. നമ്മളവരെ ആരാധനയോടെ കാണുക, അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മളടുത്ത് ആ സമയത്ത് പുള്ളി പിന്നെ സോറി പറയുകയും എനിക്ക് സോണിയ എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് വേറെ അറ്റാക്കിലേക്ക് പോയില്ല. പക്ഷെ അതൊരു നമ്മളുടെ, അതായത് വിത്ത് പെർമിഷൻ ഇല്ലാതെയാണ് ഒരാള് നമ്മളെ തൊടുന്നത്. അത് സിനിമാക്കാർക്ക് മാത്രം ഒരു പ്രിവിലേജ്, ആരെയും തൊടാം എന്നുള്ളൊരു പ്രിവിലേജ് അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴയ കാലം തൊട്ട് ഇപ്പൊ വരെയും ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല. ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ടാണല്ലോ ഒരു വലിയ നടൻ പോലും ആ രീതിയിൽ നമ്മളെടുത്ത്, നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയായ ഒരു ആർട്ടിസ്റ്റിനോട് പോലും ആ രീതിയിൽ. ഇപ്പൊ പലരും ചോദിക്കും, ചിലപ്പോ ഇത് ചാനലിൽ വരുമ്പോൾ ചോദിക്കാം, അത്രയും മാത്രം ദാരിദ്ര്യം അത്രയും വലിയ നടന്മാർക്ക് ഉണ്ടോ എന്നുള്ളൊരു കമന്റ് ഒക്കെ വരാം. അതിൽ കാര്യമില്ല. ഈ ദാരിദ്ര്യത്തിന്റെ അല്ല, അവരുടെ ആ രീതി, ആ സമയത്തുള്ള അവരുടെ ഒരു അപ്രോച്ച് ഒക്കെ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അടക്കം എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ.